ബ്ലോഗേട്ടനാണ്. എനിക്ക് പുറകിൽ ഈ കാണുന്ന വീട് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരാഴ്ചയായിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ, അന്ന് ഈ വീട് ഒരു വീടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആകെ തകർന്നിട്ടുണ്ടായിരുന്നു, ബാക്ക് സൈഡൊക്കെ തകർന്ന് വീണിട്ടുണ്ടായിരുന്നു, ചുമരുകൾ വിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന അടയാളമായിട്ട് എന്താണ് പറയുക, ഇവിടെ വീടുണ്ടായിരുന്നു, ഇവിടെ വീടുകളുണ്ടായിരുന്നു, ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോൾ ഇവിടെ വരുന്നവർക്ക്, ഇതിന് മുമ്പൂടെ വന്നിട്ടില്ലാത്തവരൊക്കെ ഇവിടെ വരുമ്പോൾ അതിനൊരു തെളിവായിട്ട് അല്ലെങ്കിൽ അടയാളമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വിശ്വസനീയമായിട്ടത് കാണാവുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ചില അടയാളങ്ങളായിരുന്നു ഈ വീടുകളൊക്കെ. ആൾതാമസം ഇല്ലാതായിട്ട് വർഷങ്ങളായി, പക്ഷേ ഒരു വീടായിട്ട് അത് നിന്നിരുന്നത് കൊണ്ട് ഇവിടെ വീടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ അടയാളങ്ങൾ കൂടി ഇപ്പോൾ ഇല്ലാതാവുകയാണ്. ഇത് കണ്ടോ, ഈ ഒരു വീട് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് വീണത് കേട്ടോ. ഇന്നലെ ഏകദേശം ഈ സമയം, ഇപ്പോൾ വൈകുന്നേരമാണ് സമയം, ഒരു 5-5:30 ആവാറായ സമയമാണ് കേട്ടോ. ഇന്നലെ ഒരു 6 മണിയോടുകൂടിയാണ് ഈ വീട് ഇന്നലെ വീണത്. അപ്പോൾ കണ്ടില്ലേ, കടലിന് യാതൊരു ശമനവും വന്നിട്ടില്ല. കടലാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും. ഇത് പേങ്ങണ്ടിയൂർ പഞ്ചായത്ത്, അതായത് എൻ്റെ നാട്, ഇവിടെയും തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള വാടാനപ്പള്ളി പഞ്ചായത്ത്, പിന്നെയും എല്ലായിടത്തും ഉണ്ട് കടലാക്രമണം. പക്ഷേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എനിക്ക് നേരിട്ട് അറിയാവുന്നതും ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ കടലാക്രമണത്തിന് യാതൊരു ശമനവും ഇല്ല, അതിഭയങ്കരമായിട്ട് തന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തകർന്ന് വീണ് കിടക്കുന്ന ഈ വീടിൻ്റെ കാഴ്ച ശരിക്കും നമ്മൾ കാണുമ്പോണ്ടല്ലോ, ഒരു സാധാരണ ഒരു കാഴ്ച കാണുമ്പോൾ, ഒരു ദുരന്തത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാര്യമായിട്ട് വലിയ ഫീലിങ്സോ കാര്യങ്ങളൊന്നും തോന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ, ഇത് എൻ്റെ വീടായിരുന്നെങ്കിൽ എന്നുള്ളൊരു മൈൻഡോട് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുക. അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത് വരുന്നിടത്തോളം കാലം ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെയോ അടുത്തെത്തുന്നത് വരെ നമുക്കിതൊന്നും വലിയ ആനക്കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊന്നും അത്ര വലിയ സംഭവമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കടലാക്രമണത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത് കണ്ടു, അതായത് എല്ലാ മഴക്കാലത്തും ഉണ്ടാവാറുള്ളതാണ് കടലാക്രമണം, അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇത് സ്വന്തം വീട്ടിൽ വരുന്നവരെ അയാൾക്കതൊരു ആനക്കാര്യമായിരിക്കില്ല, സാധാരണ ഒരു സംഭവമായിരിക്കും. മഴയുണ്ടെങ്കിൽ റോഡിൽ കുഴി ഉണ്ടാവുമെന്ന് പറയുന്ന മന്ത്രിമാരാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ ആനക്കാര്യമാവാനാണ്? ഇതൊക്കെ സാധാരണ സംഭവം. അതായത് മഴക്കാലമാകുമ്പോൾ കടലാക്രമണം ഉണ്ടാവും, അത് സാധാരണ സംഭവമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ അവർക്കൊന്നും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇവിടെ ഈ നിൽക്കുന്ന തെങ്ങുകൾ, കഥ പറയുന്ന തെങ്ങുകൾ അല്ലെങ്കിൽ തെളിവായിട്ടുള്ള തെങ്ങുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞവരോട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുകയല്ല, ഇത് അറിയാത്തവർക്ക് അല്ലെങ്കിൽ കേൾക്കാത്തവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയാണ്. ഈ തെങ്ങുകളുടെയൊക്കെ പ്രായം എന്നേക്കാൾ പ്രായമുള്ള തെങ്ങുകളാണ്. അതിൻ്റെ ഉയരം കണ്ടാൽ തന്നെ അറിയാം അല്ലേ. അത്രയും വർഷം, 40-ലും 50-ലും 50 വർഷത്തിലൊക്കെ അധികം പ്രായമുള്ള തെങ്ങുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ ഒരുപാട് കാലം വിളവ് തന്നിട്ടുള്ള, അതായത് ഇവിടെയൊക്കെ തെങ്ങും പറമ്പായിരുന്നു. അല്ലാതെ കടലിൽ എന്തായാലും കൃഷി ചെയ്യാൻ പറ്റില്ല. ഉപ്പുവെള്ളത്തിൽ തെങ്ങ് തൈ കൊണ്ടുവച്ച് കൃഷി ചെയ്ത് ഇത്രയും വലുപ്പത്തിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കടലിൽ കയറാത്ത സ്ഥലമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ തെങ്ങുകൾ. കടലിൽ കയറുന്ന, സ്ഥിരമായിട്ട് കടലിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തായാലും തെങ്ങ് കൃഷി ചെയ്ത് ഇത്രയും വലുപ്പത്തിലാക്കിയെടുക്കാനൊന്നും ആരെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളായിരുന്നു ഇത്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം, എൻ്റെ വീഡിയോയിൽ തന്നെ മുൻവർഷങ്ങളിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ വീട് കഴിഞ്ഞ് എത്ര ദൂരം കഴിഞ്ഞിട്ടായിരുന്നു കടൽ എന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നശിച്ചു പോകുന്നു. ഇനിയിപ്പോൾ അപ്പുറത്ത് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പച്ചപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത് എന്താണെന്നറിയോ, ഇവിടെയൊക്കെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറമ്പിൻ്റെ ഉടമകൾക്ക് ഇപ്പോൾ ഇത് ഏകദേശം തീരുമാനമായി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാവണം. പലരും പറമ്പൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം മുമ്പൊക്കെ നല്ലതുപോലെ വളം ചെയ്ത് നല്ലതുപോലെ സംരക്ഷിച്ച് നല്ലതുപോലെ വിളവെടുത്തിരുന്ന ഭൂമിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പറമ്പുകൾ ഇതുപോലെ ഇങ്ങനെ അനാഥമായ പോലെ കിടക്കുക. കാരണം കാര്യമായിട്ട് സംരക്ഷണമൊന്നുമില്ല. എന്തെങ്കിലും വിളവ് കിട്ടിയാൽ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ അന്ന് കാണിച്ചൊരു വീട് വീണു എന്ന് പറഞ്ഞില്ലേ, അതും അതിൻ്റെ ബാക്ക് സൈഡ് മാത്രം ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നുള്ള, ചുമരുമൊക്കെ അതുപോലെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അതും തകർന്ന് വീണിട്ടുണ്ടാവും. നമുക്കെന്തായാലും
അവിടെ വരെ ഒന്ന് നടന്ന് നോക്കാം. ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അവിടെയാണെന്നേ. എൻ്റെ വീടും തൊട്ടടുത്താണ്, അപ്പുറത്താണ്. ഇങ്ങനെ കയറി വരികയാണെങ്കിൽ എൻ്റെ വീടും പോവും. അപ്പോൾ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ഈ വീട് തകർന്ന് വീഴുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, വിഷമമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അത്ര പോലും എനിക്ക് എൻ്റെ സ്വന്തം വീടാവുമ്പോൾ എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും, മാനസികമായിട്ട് അത്രയും തകർന്നൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് ആരും മനസ്സിലാക്കുന്നില്ല. കടലിന് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വ്യാജമായിട്ട് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ച് വിട്ട് ഈ ഒരു സ്ഥലം വെറും ഒരു എന്താ പറയുക, അനാഥമായിട്ടുള്ളൊരു ഭൂമിയാക്കി കളയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം ഇതിൽ നല്ലൊരു റോഡ് പോയിരുന്നതാണ്. ഞാനതിൽ സൈക്കിൾ ചവിട്ടി വരാറുണ്ട്. ഈ റോട്ടിൽ കൂടെ രാവിലെയും വൈകുന്നേരമൊക്കെ ചിലപ്പോൾ സൈക്കിൾ ചവിട്ടി വരാറുണ്ട്. ആ പുലിമുട്ടിൽ ചൂണ്ടയിടാൻ വരാറുണ്ട്. ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ആയിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വീടുകളുണ്ടായിരുന്നു, ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു. ഇതിലെ പോകുമ്പോൾ തന്നെ പച്ചയണിഞ്ഞ തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കറുത്ത നല്ല ഭംഗിയുള്ള റോഡ്, ആ റോട്ടിൽ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു. എന്തൊരു രസമായിരുന്നു എന്നറിയോ ഈ നാട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുക, ഒരു മനുഷ്യനില്ല, ഒരു ജീവിയില്ല. ഭയങ്കര ഏകാന്തത, അല്ലെങ്കിൽ ശരിക്കും പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. എന്നിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് വരാനേ തോന്നാറില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരൽ തന്നെ വളരെ കുറഞ്ഞു. മുമ്പ് സ്ഥിരമായിട്ട് വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാറുള്ളൂ. മുമ്പ് ഞാനിതിലെ ചൂണ്ടയിടാൻ വരുമ്പോൾ ആൾതാമസം ഒഴിഞ്ഞതിന് ശേഷവും ഇവിടെ വീടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൂണ്ടയിടാനൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് വല്ല കാറ്റോ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ വരാന്തയിലൊക്കെയാണ് കയറി നിൽക്കാറ്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഈ തല പോയി നിൽക്കുന്ന കുറേ തെങ്ങുകളും പിന്നെ ഈ കടലും അതൊക്കെ തന്നെയുള്ളൂ ഇവിടെ. ഈ വീടും പൂർണ്ണമായിട്ടും തകർന്ന് വീണുട്ടാണ്. അന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീടിൻ്റെ മുൻപിലത്തെ ചുമരും ഒക്കെ നിന്നിരുന്നു. അതായത് വീടിൻ്റെ ഒരു ഷേപ്പ് കാണാമായിരുന്നു, വീടായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വീടും പൂർണ്ണമായിട്ടും വീണു, തകർന്ന് വീണു, കടലിൽ വീണു. ഇവിടെ നിന്ന് കുഴിച്ച് ഇതാ ഇങ്ങോട്ട് കയറി ഇതാ എപ്പോട്ടം വരെ കുഴിച്ചെത്തി നോക്കി. ഇലക്ട്രിക് പോസ്റ്റാണ് ഈ നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ എപ്പോട്ടം വരെ അത് കുഴിച്ച് വന്നു നോക്കിയേ. ആ വീട് തകർന്ന് പോയി. വീടിൻ്റെ ഓരോ കല്ലിലും നമ്മുടെ എത്രയോ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതായത് ഓരോ അരിമണിയിലും പേരെഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ വീടിൻ്റെ ഓരോ കല്ലിലും നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനമുണ്ട്, അല്ലേ? ഒരു അധ്വാനിച്ച് ഒരു മനുഷ്യായുസിൻ്റെ മുഴുവൻ പ്രയത്നവും അധ്വാനവും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ കൂട്ടി വച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും
ഒരു വീടുണ്ടാക്കുന്നത്. ഇപ്പോഴും ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത നിരവധി ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു വീട് സ്വന്തമാക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനത്തെ കാഴ്ച കാണുമ്പോൾ, അതായത് ഒരു വീട് തകർന്ന് വീട് കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർക്കെല്ലാം ശരിക്കും മനസ്സ് പൊള്ളും. ഇതിൻ്റെ വില അറിയാത്തവർ പറയും ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരക്കാരോട് വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ എല്ലാ മഴക്കാലത്ത് ഉണ്ടാവുന്നതാണ്, സർവ്വസാധാരണമാണ്, ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, ഇതൊക്കെ കടലിൻ്റെ പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരോടൊന്നും ഒന്നും പറയാനില്ല. വേറെ ഒന്നും പറയുന്നില്ല ഞാൻ.